ഋഷഭ് ശശിയുടെ കത്തിക്കലുണ്ട് അവസാനം. എന്റെ പൊന്നു ഒന്നും പറയാനില്ല, കരഞ്ഞുപോയി. കാരണം ഞാനൊരു ശിവഭക്ത കൂടി ആയതുകൊണ്ട് പിന്നെ ഈ നമ്മളത് കൊതിരിച്ചരിച്ചു പോയി. കാന്താര ഫസ്റ്റ് കണ്ടതിന്റെ ഒരു ഇതിലേക്ക് അപ്പാണ് അതിനൊക്കെ ഇടിവിട്ട് സാധനം. പെശക് പടം കിഡു. ഋഷഭ് ശശിയുടെ കത്തിക്കലുണ്ട് അവസാനം. എന്റെ പൊന്നു ഒന്നും പറയാനില്ല, പെശക്. സെക്കൻഡ് ഹാഫ് പൊളിയാണ്, കിഡു സാധനം. കിഡു ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് പെശക് സംഭവം. കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടം. സൂപ്പർ, ഒന്നും പറയാനില്ല. കിഡു സാധനം, കിഡു കിഡു കിഡു. അതെ, ഒന്നും പറയാനില്ല. ഭയങ്കര കത്തിക്കല്. അതെ അതെ, അതിനൊക്കെ തന്നെയുണ്ട്, അത്രമാത്രം തന്നെയുണ്ട് പടം. ഭയങ്കര കത്തിക്കല്. തിയേറ്ററിൽ കാണണം. ഭയങ്കര പടം, കത്തിക്കല് തന്നെ. പ്രതീക്ഷിച്ച് വന്നതിന്റെ ഡബിൾ കിട്ടി. കൊള്ളാം, നല്ല പടം, ഇഷ്ടപ്പെട്ടു. നമ്മള് ശിവന്റെ ഒരു ഭക്ത കൂടിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഏറ്റവും ആദ്യം എനിക്ക് അത്ര ഇത് പോയില്ല, പക്ഷെ അവസാന ഭാഗം കലക്കൻ നല്ല ഇതായിരുന്നു. ശിവന്റെ ആ ശക്തിയും ശിവന്റെ ഒക്കെ വന്നത് വളരെയധികം സന്തോഷം. ഞാനിപ്പോ മോളെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. പടം കണ്ട കാര്യം നേഴ്സിംഗ് പഠിക്കുന്ന മോളെ വിളിച്ച് അച്ഛൻ പറഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റത്തെ ഭാഗം ഭയങ്കര ത്രില്ലായിട്ട് നമ്മളെ പ്രേക്ഷകരെ കോരിത്തരിപ്പിക്കുന്ന ഒരു രംഗമാണ്. സംഗീതവും അഭിനയവും എല്ലാം. ഇപ്പൊ ഇറങ്ങി വരുമ്പോ എല്ലാരോടും നല്ല സിനിമ തന്നെയെന്ന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ആദ്യം മുതൽ കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് പകുതിയായ ഇടവേള വരെ നമുക്ക് അത്രയും ഒരു ഇത് തോന്നിയില്ല, പക്ഷെ ഇടവേള കഴിഞ്ഞ അവസാന ഭാഗം ഭയങ്കരമായിട്ടും കലക്കിയിട്ടുണ്ട്. അത് മനസ്സ് കരഞ്ഞുപോയി. കാരണം ഞാനൊരു ശിവഭക്ത കൂടി ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരെ എടുത്തത് മറ്റുള്ള എൻ്റെ കൂട്ടുകാരും ശിവനും പാർവതിയാണെന്ന് പറയും. എനിക്ക് ശിവന് ഒരു വലിയ ഭക്തയാണ് ഞാൻ. ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിലൊക്കെ പോകും. ഇന്ന് തന്നെ വന്ന് അവിടുത്തെ കാളകെട്ടിൻ്റെ ദിവസം തന്നെ ഈ സിനിമ വന്ന് കണ്ടതിൽ ഒരു വലിയൊരു എനർജി എനിക്ക് ഉണ്ട്. ഇന്ന് ഇങ്ങനെ ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചല്ല, ഭർത്താവിന്റെ നിർബന്ധത്തിന് ഞാൻ വന്നതാണ്. ഇതാണ് എന്റെ ഭർത്താവ്. സൂപ്പറാണ്. നമ്മള് ഞെട്ടിക്കുന്ന അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മള് കാന്താര ഫസ്റ്റ് കണ്ടതിന്റെ ഒരു ഇതിലേക്ക് അപ്പാണ് അതിനൊക്കെ ഇടിവിട്ട് സാധനം. ഞെട്ടിപ്പോയി. ഇപ്പൊ ഇനി നോക്കിപ്പോ ഇനി അടുത്ത് എന്താണെന്നുള്ളത് അറിയണം. അങ്ങനെ ഒരു ഇതിലേക്ക് അടുത്ത പടം കണ്ടു തന്നെ അറിയണം. ഇത് കണ്ടു തന്നെ അറിയണം. അത് നമ്മൾ പറഞ്ഞാലും അത്രയും പോരാ, പക്ഷെ ഇത് കണ്ടു തന്നെ നല്ല സിനിമയാണ്. കാഴ്ച വളരെ നന്നായിരുന്നു. നല്ലൊരു അവതാരത്തെ കുറിച്ച് വളരെ വ്യക്തമാക്കി നമുക്ക് തന്നു. ഈശ്വരീയമായ ഒരു ചൈതന്യം നമ്മളിലേക്ക് പ്രവഹിക്കുന്ന തോന്നുന്നു. ഈശ്വരീയമായ ചൈതന്യം സത്യമാണല്ലോ. അത് തന്നെയാണ് സത്യത്തിൽ മാത്രം, ധർമ്മത്തിൽ മാത്രമേ ഈശ്വരൻ എന്നും നിൽക്കുകയുള്ളൂ. വേറെ ഒന്നിലും നിൽക്കുകയില്ല. ആരെന്ത് ക്ഷുദ്രകർമ്മങ്ങളിലൂടെ നമ്മളെ നയിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഈശ്വരീയമായ വിശ്വാസത്തിൽ നയിച്ചുകൊണ്ട് പോയാൽ അതിൽ തന്നെ നമ്മൾ നടന്നു നീങ്ങും. നമുക്ക് വഴി കാട്ടിത്തരും. ആ വഴി മാത്രമേ ഉള്ളൂ സത്യം. ശിവനും ഭദ്രകാളിയും വരാഹമൂർത്തിയും വളരെ തകർത്ത് സൂപ്പറാക്കി. എല്ലാം നന്നായി. വളരെ നല്ലതായിരുന്നു. എല്ലാം ഒന്നിനൊന്നിനും വെച്ചു. പിന്നെ എനിക്ക് ഈ കഥ നമുക്ക് പുരാണത്തിൽ വരാഹമൂർത്തി നമ്മള് ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു വേറൊരു വേർഷൻ വന്നാലും നമുക്കത് സുന്ദരമാക്കി, നമുക്ക് നല്ല ഇതാക്കി കിട്ടി. നല്ല സുഖമായിരുന്നു കാണാൻ. നല്ല പോസിറ്റീവ് എനർജി. ക്ലൈമാക്സ് ഒക്കെ എല്ലാം സൂപ്പർ. പിന്നെ നമ്മളത് കൊതിരിച്ചരിച്ചു പോയി. ഓക്കെ, പടം പടം ക്ലൈമാക്സ് ഉള്ളു, ബാക്കിയൊന്നും മനസ്സിലായില്ല. നല്ല പടം, കിടിലം പടം. റിവ്യൂ ഒന്നും കേട്ടില്ലായിരുന്നു, കേൾക്കാതെ തന്നെ വന്നു. സൂപ്പർ. VFX കിടിലം. ഈ വർഷത്തിൽ ഇറങ്ങിയ പടങ്ങളിൽ മികച്ച പടം തന്നെയാണ്. നവരാത്രിക്ക് ആയതുകൊണ്ട് അതിന്റെ ഒരു തീമൊക്കെ വെച്ചിട്ടുണ്ട്. കാന്താര ബസ്സിനേക്കാളും കൊള്ളാം.
എല്ലാം ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കത്തിച്ചു. എല്ലാം സൂപ്പറാ. പഴയ ആൾക്കാർ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡയറക്ഷനൊക്കെ സൂപ്പറാണ്. പൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം എങ്ങനെയുണ്ട്? രക്ഷയില്ല, പൊളിയാണ്. പൊളിയാണ്. സൂപ്പറാണ്. റിവ്യൂ കേട്ട പോലെ തന്നെ. റിവ്യൂ കേട്ട പോലെ തന്നെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ചേച്ചി പടം? കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം. ഇഷ്ടപ്പെട്ട? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇഷ്ടപ്പെട്ട? എങ്ങനെയുണ്ട് ബ്രോ? അടിപൊളി പടം. അടിപൊളി. ഇടുവാ? ആ എങ്ങനെയുണ്ട് പടം? നല്ല പടം. റിവ്യൂ കേട്ട പോലെ തന്നെയാണ്. അതെ അതെ, നല്ല വെർത്ത് പടം. ഫസ്റ്റിനെ കാട്ടി ഇഷ്ടപ്പെട്ടു. നല്ല പടം. അവസാന ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ ഭയങ്കര കുളിര് ഓരിക്കുന്ന പെർഫോമൻസ് ആണ്. ക്ലൈമാക്സ് സീനൊക്കെ ഒരു രക്ഷയില്ലാതെ ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റിനെക്കാളും കൊള്ളാം. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്.